ഇതൊരു കലാകേന്ദ്രമാണ്. വളരെ പ്രശസ്തമായ രീതിയിൽ മാതൃകാപരമായി നടത്തുന്ന ഒരു കലാകേന്ദ്രം. But the report says it is a brothel. I am sorry. You are misinformed. നമ്മുടെ അറിവുകൾ പലതും തെറ്റാണ്. ഞാനൊരു കലാകാരിയാണ്, വിവാഹിതയാണ്. ഞാനും എന്റെ ഭർത്താവും കഴിഞ്ഞ 5 വർഷങ്ങളായി ബോംബെയിൽ ഈ സ്ഥാപനം നടത്തുകയാണ്. Oh, I see. So I am mistaken. Sadly mistaken. ഞങ്ങൾ അന്തസ്സായി ഒരു സ്ഥാപനം നടത്തുകയാണ്. അതിൽ പലർക്കും അസൂയ കാണും. അസൂയക്ക് അതിരില്ലല്ലോ. All right. അങ്ങനെ ഈ ജീവിത നാടകത്തിലെ ഒരു രംഗം തീർന്നു. ഇന്ന് നമ്മൾ പലരും അന്യോന്യം പിരികയാണ്. ഇനി ഞാൻ മാത്രം, ഞാനും എന്റെ കരളുന്ന ക്യാൻസർ. അതെ, ഭേദം. താങ്ക് യു. ശരി പെണ്ണെ, ഒന്ന് ഇളകി ചരവടി. എന്താടാ താറാവ്? അപ്പൊ കോഴിയെത്തി? എന്റെ പൊന്നു കൊച്ചമ്മ പൂവൻ കെട്ടി ഓട്ടിച്ച് കടന്നു കളഞ്ഞ്. ഞാൻ ഒരുപാട് ഓടി നോക്കി, പിന്നെ ഇതിനെ പിടിച്ച് അവിടെ ശരിപ്പെടുത്തി. അപ്പൊ കോഴിക്ക് എന്നെ ചെയ്യും? അത് സാറില്ല കൊച്ചമ്മേ, മുളക് കുറച്ച് കൂടുതൽ അരച്ചാ മതി, താറാവ് കോഴിയാവും. മുട്ടിഞ്ഞ മന്ദന്റെ വിളി കേട്ട് ഞാൻ മടുത്തു. പതുക്കെ പറയടാ, മൂന്നാമനാ. അയാളെ പിണക്കി എല്ലാം കുഴഞ്ഞു തന്നെ. എന്നാലെന്താ, വന്ന് കേറി ഉടനെ ഇത്താക്കിയ മുട്ടിഞ്ഞ വയറാണ്. എന്താ ഇങ്ങോട്ട് പറയോ? ഈ എട്ടുപെട്ട എന്നാ എന്നാ എട്ടുപെട്ട ഒരു വല്ലാതെ തൊട്ടോ പറയാനാണ് തല്ലിപ്പൊളി. ഈ എറണങ്ങട്ട നേരത്തല്ലേ അവന്റെ പോലെ. ആരാട്ടുപെട്ട? തുള്ളപ്പനി പണ്ടാരം കിടക്കല്ലേ. ചൂടുവെള്ളമുണ്ടോ? കട്ടൻ ചക്കര കാപ്പി മതിയോ? എന്ത് പണ്ടാരാണേലും കൊണ്ട. ഇട്ടുപെട്ടോ, ഈ കുന്നംകുളത്ത് ഈ തുള്ളപ്പനി ഉണ്ടോ? കുന്നംകുളത്ത് എവിടെയാ തുള്ളപ്പനി? ഇത് കൊച്ചിന്ന് കിട്ടിയതാ, വെറുതെ കിട്ടിയതല്ല. വേടക്കൊച്ചിയിലൊരു കല്യാണം ഉറപ്പിക്കാൻ പോയപ്പോ കിട്ടിയതാ. അപ്പൊ കോളായിരുന്നല്ലോ. എന്തൊട്ട് പറയാനാടാ, 30,000 ഉറുപ്പ്യ സീതന വാങ്ങി കൊടുത്തപ്പോ 3,000 ഉറുപ്പ്യ കമ്മീഷനാ കിട്ടി. അതിന് ഓർത്ത് ഈ തുള്ളപ്പനി. അപ്പഴേ ഇട്ടുപെട്ട ഈ തുള്ളപ്പനിക്ക് നീരിറങ്ങല്? ലേശം തലനീര്. എവിടെ ഇട്ടുപെട്ട? കണ്ടോ, കാലില് ലേശം മിനുവിനിപ്പ്. അയ്യോ ഇട്ടുപെട്ട, ഇത് മന്ദ. മന്ദ നിന്റെ അപ്പന. ഇട്ടുപെട്ട സൂക്ഷിക്കണം, ഇപ്പൊ വേണ്ടാത്തോടത്തൊക്കെ ഇറങ്ങണേ ആദ്യ. ഓടാ കർമാരി, ഒരു വീക്കാൻ വീട്ട് ഞാൻ ചൂടുവെള്ളം കൊണ്ട. ഇട്ടുപേട്ട എന്നാ വല്ലാതിരിക്കുന്നേ? ഒരു പനിക്കോള്. ഒരുക്കങ്ങളൊക്കെ ആയോ? എല്ലാം ആയി. ഒലത്തും മപ്പാസും കൂടി ആയി, എല്ലാം തീർന്നു. മണി എത്രയായി? 10 കഴിഞ്ഞു. രാവിലത്തെ വണ്ടി 8:30-ക്കല്ലേ? അതെ. അപ്പോ അതും വന്നു പോയി കാണൂലോ. ഈ തീവണ്ടിയുടെ കാര്യമൊന്നും വിശ്വസിക്കാൻ മേലല്ല ഇട്ടുപേട്ട. അവൾ ഇന്നലെ വൈകിട്ടത്തെ വണ്ടിക്ക് വരുമെന്നായിരുന്നു കമ്പി. എന്നാ അതിന്ന് വൈകുന്നേരം എത്തും. ചെറുക്കനും കൂട്ടരും വരാറായി ഇല്ല ഇട്ടുപേട്ട? അത് ഉറപ്പാ. പോത്തച്ഛന്റെ കാര്യം കൃത്യ. സായിപ്പന്മാരുടെ ചിട്ട 1 മണിന്ന് പറഞ്ഞ 1 മണി കറക്റ്റാ. 15,000 ഉറുപ്പ്യാന്ന് പറഞ്ഞ 15,000 ഉറുപ്പ്യ എന്നെ കയ്യിലാ കൊടുക്കണം. ഒരു നയ പൈസ പറഞ്ഞ വന്ന വണ്ടി തിരിച്ചിടിയെന്ന 30 ചിട്ട. അവളിന്ന് 1 രൂപ ഉണ്ടാവുള്ളല്ലോ എന്റെ ഇട്ടുപേട്ട. എലിയർത്തി ഉറുപ്പ ഉണ്ടായാലേ മനസ്സമ്മതം നടക്കൂട്ടോ. എന്റെ മാതാവേ, എല്ലാം ഒടേ തമ്പരാനല്ലേ. ഇട്ടുപേട്ട ചിരിക്കട്ട, ഒന്ന് വിശർക്കട്ടെ. ഒരു 3:45 കൊടച്ചിലാ പറഞ്ഞ കാര്യം തീർന്നു. എന്നാ കുറച്ച് കിടക്ക്. കേട്ടാ എലിയർത്തി, ആ വാറ്റ് ഒരു 2 തൊടും.
ഒലത്തൊരു 4 കഷ്ണം എന്നിട്ട് ഒരു കിടത്ത. ഓ ശരി, എന്നാ വാ. അയ്യോ 1/2 രൂപയോ? ഇതുപോലെ പിന്നെ 1.5 രൂപ ചാർജ്. അതല്ല ഞാൻ 1 കിലോമീറ്ററിന് 1/2 രൂപ റേറ്റ്. 3 കിലോമീറ്റർ ഉണ്ട്. അയ്യേടോ കിലോ കണക്ക് പറയാതെ മൈൽ കണക്ക് പറ. എന്നാൽ 1 മൈലിൽ കൂടുതലുണ്ട്. അയ്യോ ഇപ്പൊ 1 രൂപയായുള്ളൂ. എടാ നിന്റെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഞാൻ ഇങ്ങോട്ടല്ലേ വന്നുള്ളൂ. അപ്പൊ അച്ഛ അങ്ങോട്ട് പോരെ. എടാ നിന്റെ യുക്തി വന്നു. എടേ തഹേ വന്നടാ. കൊച്ചമ്മ അങ്ങോട്ട് ചെല്ലി, ഞാൻ അതിന് കൂട്ടി അടുത്തേച്ച് വരാം. എടാ നീ ഒന്ന് അങ്ങോട്ട് ചെല്ലടാ. കൊച്ചമ്മ അങ്ങോട്ട് ചെല്ലു. അവൻ വന്ന് നിൽക്കണം. എടാ നീ ഇവിടെ ഉണ്ടായിരുന്നു അറിയാനാ വിളിച്ചേ. ഉണ്ടായിരുന്നു. എടാ ഐസ് പെട്ടി ചേർത്തുന്ന തണുത്ത ഓരും വെള്ളം, തണുത്ത ഓരും വെള്ളം, ഒരു വെള്ളം, ഒരു പാത്രം എടുത്തോ. വണ്ടി വന്നില്ലേ? വന്നു പോവുകയും ചെയ്തു. എന്നിട്ട് അവളിന്റെ ഞാൻ കണ്ടില്ല. എന്റെ മാതാവേ, ഇനി ഞാൻ എന്നാ ചെയ്യും? ചെറുക്കനും കൂട്ടിന് വരാറായില്ലേ? ചെറുക്കന്റെ അപ്പനെ മഹാ കണിച്ചക്കാരനാണെന്നാ ഇട്ടുപേട്ടൻ പറഞ്ഞത്. പെണ്ണിന്റെ അപ്പനും വലിയ കണിച്ചക്കാരനാ. അധികം മണിക്കണക്ക് വെച്ചോണ്ട് അധികന്റെ ഏർപ്പാട്. അയന്നെ മണിയാ. അയാളെ മാത്രം ഒരു മണി എനിക്ക് മണിയില്ലായിരിക്കും. എനിക്ക് അത്രയൊന്നും പറയുമൊന്നും വേണ്ട. പോത്തനേക്കാൾ ഒട്ടും മോശമായ ലാസർ. അയാളുടെ മകനേക്കാൾ 1 മുഴം കൂടെ വലുതാ എന്റെ മകള്. ദേ ഒന്ന് പതുക്കെ പറ. ആ 3-ാമൻ ആ മുറിയിൽ കിടപ്പുണ്ട്. അധികം അങ്ങനെ കേക്കും. അയാള് 3-ാമനാണെങ്കിൽ ഞാൻ 1-ാമനാ. നീ വിളി കൊടുക്കും. ദേ ഒന്നും മിണ്ടാതെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ വിട്ടുന്നില്ല. ഇതെന്നാണ് തീ പോലിരിക്കുന്നേ? അതിന്റെ എഞ്ചിൻ നിന്നിരിക്കും. ഏതിന്റെ? ഐസ് വെട്ടിയുടെ. തിരിച്ചോ? ഞാൻ തിരിച്ചില്ല. നീ കേട്ടോ? നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് എന്നാ ഇഞ്ചുകടി? ഇടി എനിക്ക് എന്റെ അഭിമാനം പോകാൻ പോവാ. എനിക്കതാ. നിങ്ങൾ എന്തിനാ ഈ വേവലാതിപ്പെടുന്നേ? ഓടേരമ്പരാനില്ലേ? ആ സമയത്തിന് അവളിങ്ങ് എത്തും. അവൾ ഇതുവരെ നെറിയോടൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇടി എനിക്കതാ. നോക്കി ഐസ് പെട്ടിയുടെ തവണ മുടങ്ങി. അതാ ഐസ് പെട്ടി നിന്ന് പോയത്. അയ്യോ, തവണ മുടങ്ങിയ നിൽക്കുന്നവരെ സൂത്രം അതിനകത്ത് കാണും. അമ്മച്ചി ഒന്നീ വന്നേ. എന്നാടി ചേച്ചി വന്നില്ലേ? ആ വണ്ടിയിൽ അവൾ ഇല്ലായിരുന്നു. വരാതിരിക്കൂ? ഇല്ലടി, അവളെ പൊക്കിന് ജീവനുണ്ട്. അവള് വരാതിരിക്കില്ല. ഇച്ചിരി മോരും വെള്ളം ഉപ്പുണ്ടോ നോക്കി. ഞാൻ കൂടെ കുടിക്കട്ടെ. അത് കുടിച്ച് ഛർദിക്കും. ഞാൻ നോക്കാം. ഛർദിക്കാൻ ഭയങ്കര ഉപ്പ്. എടുക്കടാ. ഇങ്ങെടുത്ത് ഇത് വിരുന്നക്കാർക്ക് പറ്റിയിരിക്കുന്ന വാറ്റുകാരായല്ലേ? നീ ചുമ്മാ മുക്കി നോക്കി കുടിക്കുകയാണോ? എടാ നിന്നെ ഇവിടുന്ന് തൊഴിച്ചെടുത്തൊന്നും തൊഴിച്ച് വില്ലേന്ന് തൊഴിക്കണ്ടല്ലോ. ഞാനോട് രജനവാദി എന്തോ കുറച്ച് കഴിച്ച് ശകലം കൂടി എടുത്തേ. നീ വരാതെ ഇങ്ങോട്ട് എടുത്തേ. നിങ്ങൾ എന്നതായി കുടിക്കുന്നേ? ഇത്തിരി മാറ്റമാണ്. രാവിലെ തുടങ്ങിക്കോ. ഇനി അവര് വരുമ്പോഴേക്കേ നല്ല ലെവലില്ലാതെ അവളെ കേട്ടോ നിങ്ങൾ. അമ്മച്ചി അവളോട് എന്നാ എടുക്ക? അവൾ ഒരുങ്ങും അവിടെ. അതവിടെയല്ല, നീ അവിടെ ഒരുക്ക. നീ കാലത്തെ മുതലേ ഒരുങ്ങി നടക്കണ കാണുമ്പോ എനിക്ക് ഏതാണ്ട് പോലെ ചുമ്മാ ഓടി. ഈ പിള്ളേരുണ്ടായ പെണ്ണ് നമുക്ക്
മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ ഒത്തിട്ടില്ല പോയി. ഓ അതിനു മുമ്പ് അതിനുമ്പ് അപ്പച്ചനും അമ്മച്ചിയായിരുന്നു പോലീസുമാരി. എനിക്ക് അത്രയൊന്നും പ്രായമൊന്നും ആയിട്ടില്ല. താൻ എന്തിനാണോ അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ നടക്കുന്നത്? തനിക്ക് വൈകുന്നേരം അവിടെ എങ്ങനെ കിടക്കാൻ വേണ്ടി ചുമ്മാ തള്ളി തുറന്ന് കയറി ഇങ്ങോട്ട് പോരുക. ഒരു മുറിയിൽ കയറി ആ മുട്ടിയേച്ച് വേണ്ടേ കയറാൻ? പട്ടിക്കാട്ടുകാരനാണ്. നാസറിവിടെ ഉണ്ടായിരുന്നോ? പിന്നെ അവിടെ പോകാനാ? ചെറുക്കനും കൂട്ടരും വരാറായി. പെണ്ണിന്റെ കൂട്ടർ തയ്യാറായി. മറ്റേ കാര്യം അല്ല, പിന്നെ മറ്റേത് ശ്രീധനക്കാര്യം അത് അവര് വന്നതിന് ശേഷമല്ലേ ഇടൂ. സമയത്തിന് കാശാ കൊടുത്തില്ലെങ്കിൽ പോത്തച്ഛന്റെ വിധമാ. എന്റെ വീട് ഇവിടെ മാറിയിരിക്കുക. അതാണ് പോയി കിടക്കണോ? അവിടെ അങ്ങനെ പോയിരിക്കേ, അവിടെ പോയിരിക്കേ. എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എന്നാ താൻ മരിക്കുക. എനിക്കങ്ങനെ മരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ നാസറേട്ടാ, പോത്തച്ഛന്റെ കാര്യം കൃത്യാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ എന്റെ മനോവിഷമത്തിന് ഞാൻ പറഞ്ഞതാ. എന്റെ മനോവിഷമത്തിന് ഞാൻ പറഞ്ഞതാ. എനിക്ക് താൻ രക്ഷിക്കണം, താൻ എന്നെ രക്ഷിക്കണം, താൻ എന്നെ എന്നാൽ കഴിയണമൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ കാശിന്റെ കാര്യം വരുമ്പോ പോത്തച്ഛൻ താനി പോത്ത. ഏതോ ഇട്ടൂപ്പേ ഇങ്ങോട്ട് നോക്കി. ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് അവിടെ എത്തും. വൈകുന്നേരത്തെ വണ്ടിക്ക് അവിടെ എത്തും. അഥവാ അതിന് വല്ല കുഴപ്പവും വന്ന ആ പണം അവിടെ ഇങ്ങോട്ട് എന്തോട്ടാ പറയണേ? 15,000 ഉറുപ്പ്യ കമ്പിടിക്ക്. അതെന്നാടോ 10,000 കയറാൻ മാത്രം കമ്പി കറ്റിയില്ലേ? അക്കാര്യം മാത്രം ലാസ്റ്റ് പറയരുത്. എനിക്ക് ഈ അടവാർത്തമാനം കേൾക്കും. അങ്ങനെ പറയാതെ ഇത് ഞാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കും. തനിക്ക് എന്നാ വേണേലും ഞങ്ങൾ ചെയ്യാം. താൻ അങ്ങോട്ടൊന്ന് ചെന്നാട്ടെ. ഓ, നീ എന്തിനീ വേണ്ടാത്ത കയറി ഏക്കാൻ പോണത്? ഓ പറഞ്ഞു വിചാരിച്ച് കൊടുക്കാനും പറ്റണം. ഞാൻ വിചാരിച്ച നീ പറഞ്ഞ കൊടുക്കാനാണ്. ഒരു കാര്യം, ഞാൻ പറയുന്ന മതി നിന്നേച്ചാ മതി കേട്ടാ. നീ പറയുന്നത് ഞാൻ ചെയ്യൂ. അത് മതി. ഞാനെന്റെ പറയുന്നുണ്ട്. നീ എന്തെന്നാടാ അവിടെ ഇവിടെ കയറി നടക്കുന്നത്? മെന്തി മെന്തി ഞാൻ ഞങ്ങൾ വേണ്ട, ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. അലക്സേ, എന്തോ ഇങ്ങോട്ട് കയറി ഇരിക്കാമല്ലോ. വേണ്ട, ജവഹർലാൽ നെഹ്റു മോട്ടിലാൽ നെഹ്റുവിന്റെ ഒപ്പം ഇരിക്കുമായിരുന്നു. ഏത് മോട്ടില? അതെ, അവിടെ ഇരിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അതൊക്കെ ഒന്ന് ശരിപ്പെടുത്തി. ഞാനിവിടെ നിൽക്കാം. ഞാനിവിടെ നിൽക്കാം. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അത് ശരിപ്പെടുത്തിക്കേ. ഞാൻ നിൽക്കാം ഇവിടെ. ശരിപ്പെടുത്താനേ കൂടെ സംസാരിച്ചു അങ്ങോട്ട് ചെയ്ത് അതൊന്ന് ശരിപ്പെടുത്താൻ. ഇവിടെ കണ്ണ് പൊടി പോയിട്ട് അപ്പഴത്തെ കവളത്ത് കടിക്കുകയാണോ? എന്തിനാ വേണ്ടാത്തടത്ത് കയറി നടക്കണേ? ഒരു മുറിയിൽ കയറുമ്പോ ഒന്നും മുട്ടിയിട്ട് എനിക്കിട്ട് വയ്ക്കരുത്. നീ എവിടെയല്ലേ ഏർപ്പാട് ചെയ്യേ അതിനകത്ത് ഈ പെണ്ണ താവാണോ ഇവിടെ ഒരു കേട്ടതാ. എന്നാൽ നമുക്ക് അധികം ഈ ചടങ്ങുകളുടെ കഴിഞ്ഞിട്ട് പോലെ. അതല്ലേടോ ഊണ, കാപ്പി കൂടി കഴിഞ്ഞിട്ടല്ലേ ഊണ. അലക്സ് എന്തോ അകത്തേക്ക് ചെല്ലാട്ടെ. അലക്സ് പറയൂ വരും. ഞാനിവിടെ വെക്കാം. ഞാനിവിടെ വെക്കാം. ലില്ലിക്കുട്ടി നേരം വെളുത്തേപ്പിന്നെ കൂട്ടിലിട്ട വെരുകു മാതിരിയാ. നിങ്ങളുടെ മനസ്സിന് ഇങ്ങനെ ഇങ്ങോട്ട് ചേർന്നതിലാണ് ഒരു അത്ഭുതം. മനസ്സമ്മതത്തിലല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്? ഓ, ഒരു മനസ്സമ്മതം. ഇക്കാര്യത്തിൽ ഇതൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. മോനിരിക്കും, ഞാൻ കാപ്പി കൊണ്ട് കൊടുത്തയക്കാം. നാടന ഫസ്റ്റ് ഒന്നാം തരം നല്ല കൊട്ടുപിടിയാണ്. ഞാനല്ലേ നിൽക്കണേ.
ഈ വെള്ളം മതി മതി എനിക്ക് താനോട് ഒഴിച്ചു കൊടുക്കണോ പോത്തത്തിന് അങ്ങോട്ട് കഴിക്കും വെള്ളം പോത്തത്തിന് മതി എനിക്ക് മതി